Hi, Kerala Women's Corner and friends, welcome to Childish Mind segment. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ദ യൂസ് ഓഫ് ഗാഡ്ജറ്റ് അല്ലെ. ഇന്ന് പല പാരന്റ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്റെ കുട്ടി എന്താ ഇങ്ങനെ, എന്റെ കുട്ടി എന്താ അങ്ങനെ. മെയിൻ ആയിട്ടുള്ള ഒറ്റ കോസേ ഉള്ളൂ, അതാണ് ഗാഡ്ജറ്റിന്റെ ഓവർ യൂസേജ്. ഇത് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എങ്ങനെ എഫക്ട് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നമ്മുടെ ജോലി തിരക്ക് കുറയ്ക്കാൻ വേണ്ടി, ലൈക്ക് ജോലി തിരക്കിന്റെ ഇടയിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് കൊടുക്കുന്നത്, ഒന്നുകിൽ നിങ്ങൾ TV ഓൺ ചെയ്യും, ഇല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ കൊടുക്കും, അല്ലെങ്കിൽ ഐപാഡ് കൊടുക്കും അല്ലെ. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ 1 മണിക്കൂറുമല്ല 2 മണിക്കൂർ എന്റെ കുട്ടി അടങ്ങിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2 to 4 years എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനും ഇമോഷണൽ ഡെവലപ്മെന്റിനും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏജ് ആണ്. ഈ സമയത്ത് അവരുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അവർ ചിലപ്പോൾ നമ്മളെ ജോലി തിരക്കിൽ നമ്മുടെ അടുത്ത് വരുന്നത്, അവർക്ക് നമ്മളെ ആ സമയത്ത് ആവശ്യമുള്ള സമയത്തായിരിക്കും അവർ നമ്മളെ തേടി വരുന്നത്. അത് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ട് നമ്മൾ ഐപാഡ് കൊടുത്തിട്ട് അവരെ തൃപ്തിപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ ആ കുട്ടിന് ഇമോഷൻ അവിടെ ഡെവലപ്പ് ആവുന്നില്ല. അവൻ പറയാൻ വന്ന കാര്യങ്ങളോ അവൻ ഷെയർ ചെയ്യാൻ വന്ന കാര്യങ്ങളോ നമ്മൾ കേൾക്കാതെ പോവാണ് അവിടെ. അതുമല്ല, സംസാരിച്ചുകൊണ്ട് തന്നെ സ്റ്റിമുലേഷൻ കൊടുക്കേണ്ട ഈ പ്രായത്തില് ഇങ്ങോട്ടേക്ക് മാത്രം സംസാരിക്കുന്ന ഐപാഡ് നമ്മൾ കൊടുത്താൽ ഒരിക്കലും അവന് തിരിച്ചു പറയാനുള്ള ഒരു ചാൻസ് ആ ഐപാഡ് കൊടുക്കുന്നില്ല. സോ അവിടെയും അതിന്റെ ഭാഷയാണ് നമ്മുടെ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് എഫക്ട് ആവുന്നത്. അത് അൺക്ലാരിറ്റി ഓഫ് സ്പീച്ചിനും അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസിനും ഒക്കെ വഴിമാറും. ഓക്കെ, ഇതാണ് ചെറിയ കുട്ടികളിൽ ഈ ഓവർ യൂസേജ് ഓഫ് ഗാഡ്ജറ്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ. മറിച്ച് എന്റെ മോനിപ്പോ വലുതായി, അവൻ സംസാരിക്കുന്നുണ്ട്, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അപ്പൊ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ശരിയാ, നിങ്ങൾ കൊടുത്തോ, നിങ്ങളുടെ ഐപാഡോ ഫോണോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അവരതിന്റെ ഓവർ അഡിക്റ്റഡ് ആയി മാറുകയാണ്. ഓക്കെ, ഇപ്പൊ ഒരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി, എന്റെ ക്ലിനിക്കിൽ വന്നൊരു കുട്ടിന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, പേരോ അല്ലെങ്കിൽ ആരോ ഒന്നും ഞാൻ പറയുന്നില്ല. പാരന്റ് ഇങ്ങനെ അവന്റെ കൺസേൺസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിക്കില്ല, വീട്ടിലെ ആൾക്കാർ വന്നാൽ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ അവനെ തന്നെയായിരുന്നു ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ അതൊന്നൊരു വിഷയമുള്ള കാര്യമായിരുന്നില്ല. അവൻ അവന്റെ ചെവിയിൽ ഹെഡ്ഫോൺസും വെച്ചിട്ട് കാര്യമായിട്ടുള്ള എന്തോ പണിയിലായിരുന്നു ഫോണില്. ഞാൻ പാരന്റ്സിനോട് ചോദിച്ചു, എത്ര വയസ്സ് മുതൽ നിങ്ങൾ ഈ ഐപാഡ് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഒരു അച്ഛന് പ്രൗഢിയോടെ പറഞ്ഞു, ഇത് ഞങ്ങള് മോന് മാറി മാറി വരുന്ന എല്ലാ ഗാഡ്ജറ്റും ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, അവന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലൊന്നും ആളാവണ്ടേ. ശരിയാ, ആളായിക്കോട്ടെ നിങ്ങളെ കുട്ടി. പക്ഷേ ആ സമയത്ത് അവര് ഓവർ യൂസേജോട് ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് പുറംലോകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. വീട്ടിൽ റിലേറ്റീവ്സ് വന്നാൽ അവർക്ക് സംസാരിക്കണ്ട, കാരണം അവർ ഈ ഒരു ഫോണായിട്ട് അഡിക്റ്റഡ് ആയി. അപ്പൊ ടീനേജ് പ്രായത്തിലുള്ള ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബോണ്ട് ഒന്നും അവര് പുറംലോകമായിട്ട് ക്രിയേറ്റ് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ നമ്മളെ പാരന്റ്സ് തന്നെയാണ്. അവൻ വന്നിരുന്നു നമ്മളടുത്ത് ഇമോഷൻ കാണിക്കാനും സ്നേഹം പങ്കിടാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഐഫോൺസും ഐപാഡ്സും കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്തി. ഇന്ന് നമുക്ക് നമ്മളെ മോനെ വേണ്ട സമയത്ത് അവൻ വരില്ല, അല്ലെ മകളെ വേണ്ട സമയത്ത് അവളെ വരില്ല. കാരണം അവർ കൂടുതലും ഈ ഐഫോൺസിനും ഇതിനൊക്കെ അഡിക്റ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസ് എ പാരന്റ്, ആസ് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ചെറു പ്രായത്തിൽ തന്നെ ശീലിപ്പിച്ചെടുക്കുക. അവർക്ക് കൊടുക്കുന്ന ഫോണ് അല്ലെങ്കിൽ ഐപാഡ്, അതിന്റെ ടൈം കുറച്ച് വരിക. ഐപാഡും ഐഫോണിനും പകരം നിങ്ങൾ ഐപാഡും ഐഫോണും ആയിക്കോ. അവർക്ക് വേണ്ടതുപോലെ സംസാരിച്ചോ, അവർക്ക് വേണ്ടതുപോലെ കളിയിലൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചോ. ടീനേജ് പ്രായമാകുമ്പോൾ അടുത്ത് പോയിരുന്നിട്ട് ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുക. മക്കള് കൂടുതലും മാതാപിതാക്കളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തത് പേടിച്ചിട്ടാണ്. നമ്മള് എന്താ അങ്ങനെ, നീ എന്താ അത് ചെയ്യാത്തത്, ടീച്ചർ അത് പറഞ്ഞു, നീ എന്താ അങ്ങനെ പഠിക്കാത്തത്. വേണ്ട, ബി എ ഫ്രണ്ട് ടു യുവർ ചൈൽഡ്. അടുത്തിരുന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ വേറെ ആരുടെ നിങ്ങളെ കുട്ടികൾ പോയില്ല, നിങ്ങളടുത്തേ വരൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഗ്മെന്റിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വീണ്ടും നല്ലൊരു സെഗ്മെന്റുമായിട്ട് അടുത്താഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ഈദ് മുബാറക് ആൻഡ് ഹാപ്പി ഓണം.